ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നമ്മളുടെ നീഷ പണ്ട് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചും എക്സ്ചേഞ്ചിനെ കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. സോ അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഇതിൽ. മാത്രമല്ല ഒരു നല്ലൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ അപ്ഡേറ്റ് നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ട്രേഡിംഗ് സീരീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് മുൻപ്. അപ്പം അതുപോലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി, ഒരു SMC ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. വേറൊരു ടൈപ്പ്, ഒരു 4-5 എപ്പിസോഡ് വരുന്ന ഒരു സ്ട്രാറ്റജി കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള പ്ലാൻ ഉണ്ട്. മെല്ലെ മെല്ലെ അതിലേക്ക് വരാം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അവൈലബിൾ ആയിരിക്കും. ഒരു സീരിയസ് എന്ന പോലെ, നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സ് എന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ അത് മെല്ലെ മെല്ലെ തുടങ്ങാം. ബൈ ദ വേ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫണ്ട് ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഓൾറെഡി ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട്. ഫയേഴ്സ് എന്ന് പറഞ്ഞതും അങ്ങനെ മൾട്ടിപ്പിൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ട് ഫോറക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ക്രിപ്റ്റോന് മാത്രം ചെയ്യുമ്പോഴും കുറച്ചുണ്ട്. പക്ഷേ ഗോൾഡ്, സിൽവർ, ക്രിപ്റ്റോ എല്ലാം കൂടി വരുന്ന ഒരു ഫണ്ടഡ് അക്കൗണ്ട് വളരെ കുറവാണ്. അത് ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിന്റെ പിന്നിലുള്ള ടീം, അതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അറിയുന്ന ഒരാളാണെങ്കിൽ അനോണിമസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ട്രസ്റ്റബിൾ ആവില്ല. അപ്പം ഫണ്ടഡ് അക്കൗണ്ട് എന്താണെന്ന് അറിയില്ല. അതിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ $100 വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഓരോ ട്രേഡിൽ $10 കിട്ടിയാൽ മതിയെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് $100 $10 നിങ്ങൾ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒറ്റ ട്രേഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 10%. സോ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 10% ഒരു ട്രേഡിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ട്രേഡ് എടുത്ത് 40%, ഒരു $100 എടുത്ത് നിങ്ങൾക്ക് $40 കിട്ടുക എന്ന് പറഞ്ഞാൽ, അതായത് 8,000 രൂപ കൊടുത്തിട്ട് 4,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കൂടുതലും പൈസ നഷ്ടപ്പെടാനാണ് സാധ്യത. അപ്പം ഇതേ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങൾക്ക് $10 കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു $5,000 ടാർഗറ്റ് വയ്ക്കുക, $5,000 ഫണ്ട് വയ്ക്കുക. എന്നിട്ട് ചെറിയ ചെറിയ മൂവ്മെന്റ്സ്, $10 $15 സിമ്പിൾ ആയിട്ട് ഒരു മൾട്ടിപ്പിൾ ട്രേഡ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന സാധനമാണ് ഫണ്ടഡ് അക്കൗണ്ട്. നിങ്ങൾ $100 താഴെ കൊടുത്താൽ മാത്രം മതി ഈ ഒരു $5,000 കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു ഫണ്ടഡ്, അതാണ് ഈ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ പറഞ്ഞ പോലെ ക്രിപ്റ്റോ മാത്രമല്ല, ഗോൾഡും സിൽവറും എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് ഗോൾഡിൽ മാത്രമാണ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സിൽവറിൽ മാത്രമാണ്, അതല്ല അപ്പം ക്രിപ്റ്റോ ഏതെങ്കിലും BTC ആണ്, അങ്ങനെ കുറെ 100 പേഴ്സ് കൂടുതൽ ക്രിപ്റ്റോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം, ഇതിന്റെ പ്രൈസിങ് പറഞ്ഞുതരാം, ഇതിൽ നിങ്ങൾ പാലിക്കേണ്ട ശീലങ്ങൾ എന്താണ്, മീൻസ് ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണ്, ചെയ്യാൻ പാടാത്ത എന്തൊക്കെയാണ്, പ്രോഫിറ്റ് അപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നേരെ സ്ക്രീനിൽ പോയിട്ട് ചെയ്യാം. അപ്പം ഞാൻ പറയാൻ വന്ന ഫണ്ടഡ് അക്കൗണ്ടിന്റെ പേര് soulfunded.com എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് 2 റീസൺ ഉണ്ട്. ഒന്ന്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ക്രിപ്റ്റോന് പുറമെ നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോൾഡ്, സിൽവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള നല്ല ലിക്വിഡിറ്റി ഉള്ള 2 പേഴ്സ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം നമുക്ക് ക്രിപ്റ്റോയും ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫൗണ്ടർ ഒളിഞ്ഞു നിൽക്കുന്ന ഒരാളല്ല, അനോണിമസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഈ പ്രൊഫൈൽ ഫോളോ ചെയ്തു, ജീത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷത്തിൽ പരം ഫോളോവർ ഉള്ള ഒരാളാണ് ഇതിന്റെ ഫൗണ്ടർ എന്നാണ് പറയുന്നത്. പുള്ളി സ്ഥിരമായിട്ട് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സോ അതൊക്കെ കൊണ്ട് മീൻസ് ഒരാൾ ഒളിഞ്ഞും പാത്തും ചെയ്യുന്ന പരിപാടി അല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ റൂൾസ് മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നുണ്ടാവുക. ഓൾറെഡി പറഞ്ഞ പോലെ 100+ പേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇതിൽ മെയിൻലി ഞാൻ ഇതിന്റെ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. 2 സ്റ്റേജ് അക്കൗണ്ട്സ് ഉണ്ട്, സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്ന് പറയുന്നത്. സോ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം സ്റ്റേജ് 1 ഇനി 2 സ്റ്റെപ്പ് ചലഞ്ച് വേറെയും വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു റൗണ്ട് മാത്രം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട്, മീൻസ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള പോലെ, ആ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ റിയൽ മണി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ട്രേഡിംഗിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇത് 1 സ്റ്റെപ്പ് ചലഞ്ച് ആണ്. 2 സ്റ്റെപ്പ് ചലഞ്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സ്റ്റേജ് ഉണ്ടാവും. ആദ്യത്തെ സ്റ്റേജിൽ ഇത്ര ശതമാനം പ്രോഫിറ്റ്, ഇത്ര ശതമാനം നഷ്ടം വന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് പോകും, ഇത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അക്കൗണ്ട് പാസ്സായി. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കൂടി കിട്ടും. അതും കൂടി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റിന്റെ മാർജിനും ലോസിന്റെ മാർജിനൊക്കെ വെച്ചിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ കറക്റ്റായി നോക്കി ആ റൗണ്ടും കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 3ാമത്തെ റൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് റിയൽ എമൗണ്ട് കിട്ടുന്നുണ്ടാവുക. ഇതിന് കമ്പാരിറ്റീവ്ലി 1 സ്റ്റെപ്പ് ചലഞ്ച് വെച്ച് നോക്കുമ്പോൾ പൈസ കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മളൊരു ട്രേഡിംഗ് പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് ഇമോഷനൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് എടുക്കുന്നത് വളരെ നല്ല തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 1 സ്റ്റെപ്പ് എടുക്കാം. പക്ഷേ ഞാൻ പറയാം 2 സ്റ്റെപ്പ് എടുക്കുകയാണ് കുറച്ചും കൂടി നല്ലതാണ്. കാരണം ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരാനും നമുക്കതൊക്കെ മനസ്സിലാക്കാനൊക്കെ 2 സ്റ്റെപ്പിൽ ഈസി ആയിട്ട് പറ്റും. 1 സ്റ്റെപ്പ് നേരെ നമ്മുടെ ഒറ്റയടിക്ക് അക്കൗണ്ട് പോകണം. എങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻസ് അത് ചെയ്യാം. ഇതിനകത്ത് ഒരു പറയുന്നത് 1 സ്റ്റെപ്പ് ചലഞ്ച് ആണെങ്കിൽ ഇവാലുവേഷൻ ഫേസ്, ഫസ്റ്റത്തെ ഇവാലുവേഷൻ ഫേസ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടും. പാസ് സ്റ്റേജ് 1 ബൈ റിവാർഡ് ടാർഗറ്റ്. ഇതിനകത്ത് പറയുന്നത് ടാർഗറ്റ് എത്രയാണെന്ന് അറിയോ? അതാണ് ഞാൻ ഇവിടെ പോയേക്കണേ. അപ്പം 5,000 to 1 ലക്ഷം വരെ ഉണ്ട്. 5,000 ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിൽ. നിങ്ങൾ 5,000ന്റെ അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5,000ന്റെ 10%, അതായത് $500 നിങ്ങൾ ടാർഗറ്റ് എടുക്കണം. $500 പ്രോഫിറ്റ് എടുക്കണം. $500 പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് റിയൽ ഫണ്ടഡ് ആയിട്ടുള്ള അക്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് നിങ്ങൾ 4%, അതായത് 5,000 ആണെങ്കിൽ അതിന്റെ 4%-ത്തിനനുസരിച്ച് നഷ്ടം വരുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. 4% എന്ന് പറയുമ്പോൾ
ഓൾമോസ്റ്റ് $200 ആവാനാണ് സാധ്യത. കാരണം മീൻസ് അപ്രോക്സിമേറ്റ് കണക്ക് ശരിയല്ല എന്ന് നോക്കിയപ്പോൾ 4% കൂടുതൽ മാക്സിമം ഡെയിലി ലോസ് ആണ്, ദിവസത്തെ ലോസ് ആണ്. നിങ്ങൾ ഒരു ദിവസം ഈ $5000 ഇട്ടുകൊണ്ട് $200 നഷ്ടം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവും, നിങ്ങളുടെ പൈസ പോകും. അതുപോലെ തന്നെ മാക്സിമം ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞ ശതമാനം ഉണ്ട്, 6%. ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് 2% ലോസ് വന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡെയിലി ലോസിനകത്താണ് വന്നേക്കുന്നത്, കൂടുതൽ പോയിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ ഇതുപോലെ വീണ്ടും 1% ലോസ് വന്നു. അപ്പം നിങ്ങൾ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 3 ആയി. പക്ഷെ നിങ്ങൾ ഈ മാക്സിമം ഡെയിലി ലോസ് ഉള്ള ക്രൈറ്റീരിയ കടന്നിട്ടില്ല. അങ്ങനെ 2 ദിവസം കൂടി നോക്കിയപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ വന്നേക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 6% ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകും, നിങ്ങളുടെ കൈ പോകും. പക്ഷേ 6% എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. ഈ 5000-ന്റെ 10% 500 ആണെങ്കിൽ ഏകദേശം $250 നഷ്ടം വരുത്താൻ ഞാൻ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ അക്കൗണ്ട് പാസ്സാകാൻ പറ്റും. അതാ പറഞ്ഞത് $10 $5 മാത്രം മതി. ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ റിവാർഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 ദിവസമെങ്കിലും ട്രേഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ട്രേഡിംഗ് പീരീഡ് എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിവറേജ് 1:5 ആണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ, അതിൽ പ്രത്യേകിച്ച് റിവാർഡ്സ് ഒന്നും ഇല്ല, നമുക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല. നിങ്ങൾ ഇത് പാസ് ചെയ്ത് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ 10% ടാർഗറ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് റിയൽ എമൗണ്ട് കിട്ടും. അവിടെ നിങ്ങൾക്ക് റിവാർഡിന് ടാർഗറ്റ് ഇല്ല. നിങ്ങൾ എത്ര രൂപ $10 എടുത്താലും $10 നിങ്ങൾക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ട് നടക്കുന്നുണ്ടാവും. മാക്സിമം ഡെയിലി ലോസും മാക്സിമം ടോട്ടൽ ലോസും സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് 80% ഇനീഷ്യലാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ $100 പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വിചാരിക്കുക. $100 വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ $80 നിങ്ങൾക്ക് വിഡ്രോവൽ എമൗണ്ട് ആയിട്ടുള്ളൂ. $20 80% നിങ്ങൾക്ക് കിട്ടും, 20% നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90% വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ന്യൂസ് ട്രേഡിംഗ്, അതായത് ന്യൂസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് ന്യൂസ് ഒക്കെ എനേബിൾ, ന്യൂസിനകത്ത് വല്ല വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ പറയുക 3 മിനിറ്റിന്റെ മുമ്പാണ് ആ ന്യൂസ് തന്നെക്കാളും 3 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഡ്യൂറിംഗ് ദി ഇവാലുവേഷൻ സ്റ്റേജിലാണ് പറ്റുള്ളൂ. റിയൽ ഫണ്ട് പറ്റില്ല, ആ സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ന്യൂസ് വരുന്നത് കണ്ടോടെ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നടക്കില്ല. ഹൗവർ ഡെലിബറേറ്റ്ലി ഓപ്പണിംഗ് ട്രേഡ്സ് ഓൺലി അറൗണ്ട് മേജർ ന്യൂസ് ഫോർ ക്വിക്ക് റിവാർഡ്സ് ഇസ് ഡിസ്കസ്. അതായത് സ്കാൽപ്പിയില്ലേ ജസ്റ്റ് ന്യൂസ് വരുന്ന ഒറ്റ കാനൽ അത് പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. 3 മിനിറ്റ് മുമ്പൊക്കെയാണ് ഹൈ ഇമ്പാക്ട് ന്യൂസിന് 3 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നൊക്കെയാണ് പറയുന്നത്. അതായത് 100 അക്കൗണ്ട്സ് റിവാർഡ്സ് ഫ്രം ട്രേഡ്സ് ഓപ്പൺ ഓർ ക്ലോസ് വിത്തിൻ 3 മിനിറ്റ്സ് ഓഫ് ഹൈ ഇമ്പാക്ട്. അതായത് ന്യൂസ് വന്നോടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക, അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാൻ വരുന്ന ന്യൂസ് 3 മിനിറ്റ് മുമ്പ് ക്ലോസ് ചെയ്യുന്നത് അത് കൺസിഡർ ചെയ്യില്ല, ബാക്കിയെല്ലാം കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്പേർട്ട് അഡ്വൈസേഴ്സ് വരും. വീക്കെൻഡ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് പറഞ്ഞാൽ വലിയ ബോർഡിൽ പടപടക്ലോസ് ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാവധാനം ചെയ്യാം. കറക്റ്റായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ അലൗഡ് ആണ് എന്തൊക്കെ അലൗഡ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വളരെ വ്യക്തമായിട്ട് നോക്കുക. അതിന് ഞാൻ റൂൾസിലേക്കാണ് പോകുന്നത്. ഇനി പേയ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചും കൂടി അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം ഡെയിലി ലോസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് പോകും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ട് ഡിസേബിൾ ആവും എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ടെസ്റ്റ് ട്രേഡ് ചെയ്യാൻ പറയുന്നത് 100+ ക്രിപ്റ്റോ പേയേഴ്സും ഗോൾഡും സിൽവറും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഗോൾഡ് എന്നാണ് പറയുന്നത്. ഡാറ്റ പവേർഡ് ബൈ, അത് നല്ല ആക്യുറസി ഉള്ള ട്രേഡിംഗ് സ്റ്റാർട്ട്സ് ഒക്കെയാണ് കിട്ടാന്ന് പറയുന്നത്. മിനിമം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് $100 ആണ്. അപ്പോൾ നിങ്ങൾ $100 പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോവൽ കൊടുക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ അക്കൗണ്ട് തന്നെ കയറുന്നുണ്ടാവും. ക്രിപ്റ്റോ ആയിട്ട് എത്തീരിയമോ BNB ട്രോണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിൽ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാം. ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനാക്റ്റീവ് ആയിട്ട് ഒരു 30 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു ട്രേഡ് പോലും എടുക്കാണ്ട് 30 അക്കൗണ്ട് വാങ്ങി 30 ദിവസം വെറുതെ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും ട്രേഡ് എടുത്താൽ മതി 30 ദിവസത്തിനുള്ളിൽ. പിന്നെ ചില സമയത്ത് ഇവർക്ക് ഓഫർ കൊടുക്കും. 1+1 വേണ്ട അക്കൗണ്ട് ഒന്ന് വാങ്ങിയ വേറെ അക്കൗണ്ട് ഫ്രീ എന്ന് കൊണ്ട് കൊടുക്കും. ആക്ച്വലി അപ്പം 2 അക്കൗണ്ട് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് കിട്ടുന്നല്ല പറയുന്നത്. ഒരു അക്കൗണ്ട് നിങ്ങളെ പോയാലും മറ്റേ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. അതായത് സിമ്പിൾ 1+1 കിട്ടാൻ സിമ്പിൾ വഴി പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ടിൽ ബൈയും മറ്റേ അക്കൗണ്ടിൽ സെല്ല് കൊടുക്കുക, ഏതെങ്കിലും ഒന്ന് സെറ്റ് ആവില്ലേ. അങ്ങനെ നിങ്ങൾക്ക് ചെറിയ കറക്റ്റായിട്ട് 5% പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് പാസ്സാവാനും അതിൽ നിന്ന് ഈസി ആയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാനും പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് ഇവർ വേണമെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യാൻ റിവാർഡ് ആദ്യം 80% പിന്നീട് ഫർദർ ആയിട്ട് 90% വരെ കിട്ടുന്നതാണ് പറയുന്നത്. ഇത് 1 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പിന്റെ റൂൾസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ആകെയുള്ളത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 5% ലോസ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് 4% ആയിരുന്നെങ്കിൽ ഇവിടെ 5% ആണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ അതും 5%, 8% ആയി. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് മറ്റേതിൽ 1 സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 5000-ൽ $500 എടുക്കണമായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് 8% എടുത്താൽ മതി, 10% വേണ്ട. പക്ഷേ 8% എന്ന് നല്ല രീതിയിൽ കുറവുണ്ട്. സെക്കൻഡ് സ്റ്റേജ് പാസ്സാവണമെങ്കിൽ നിങ്ങൾ 5% ടാർഗറ്റ് എടുത്താൽ മതി. കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. നിങ്ങൾക്ക് കുറേ ചിന്തിച്ച് ട്രേഡ് എടുക്കാനുള്ള പഠനം ഇതിൽ നിന്ന് കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിപാടി എടുക്കാൻ പറ്റും. സിംഗിൾ സ്റ്റേജ് അല്ലാണ്ട് ഡബിൾ സ്റ്റേജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പേയ്മെന്റിനെ കുറിച്ച് കിടക്കുകയാണ്. നമുക്ക് പേയ്മെന്റിലേക്ക് കിടക്കാം. ഇതാണ് ഇവരുടെ ഹോം പേജ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പല ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. 5000-ന്റെ ഉണ്ട്, 10,000-ന്റെ ഉണ്ട്, 25,000 ഉണ്ട്, 50,000 ഉണ്ട്, 1,00,000-ന്റെ വരെ ഉണ്ട്. ഇത് 1 സ്റ്റെപ്പാണ്. 1 സ്റ്റെപ്പ് ആകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ 5000-ന്റെ വെച്ച് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5000 തന്നെയാണ്. അപ്പം 1 സ്റ്റെപ്പ് ചലഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ 69 ആണ്. അതാ പറഞ്ഞത് $100 ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് $69 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5000 അക്കൗണ്ട് കിട്ടും. 5000 നിങ്ങൾ $500 മെല്ലെ മെല്ലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേജ് പാസ്സായി സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാൻ റിയൽ സ്റ്റേജ് ആണ്. നിങ്ങൾക്ക് റിയൽ ആയിട്ട് എമൗണ്ട് കിട്ടും 1 സ്റ്റെപ്പിനകത്ത്. അവിടെ നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80% വരെ വിഡ്രോ ചെയ്യാനും പറ്റും. $100 ആയി കഴിഞ്ഞാൽ 80% വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. പിന്നീട് 90ലേക്ക് പോകും. 2 സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ മറ്റേത് ഞാൻ പറഞ്ഞ പോലെ മറ്റേത് നമ്മളിപ്പോൾ കണ്ടതിൽ 1 സ്റ്റെപ്പിൽ നമ്മളിവിടെ 69 കണ്ടതെങ്കിൽ 2 സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ $59 ആണ്. $10 കുറവാണ്. പ്രോഫിറ്റ് എടുക്കേണ്ട പ്രോഫിറ്റിൻ്റെ ഇതും കുറവാണ്. ഫസ്റ്റിൽ നമ്മൾ 8% എടുത്താൽ മതി, സെക്കൻഡിൽ നമ്മൾ 5% എടുത്താൽ മതി. നമുക്ക് സമയം കിട്ടും, നമുക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഇതിലൂടെ പറ്റും. അപ്പം $59 കൊടുത്ത് നമുക്ക് $5000 വാങ്ങാം. നിങ്ങൾക്ക് 10,000 വേണമെങ്കിൽ അതിന് വാങ്ങാം. 10,000 നിങ്ങൾക്ക് $79 കൊടുത്താൽ മതി. 2 സ്റ്റെപ്പിനൊക്കെ ഇവിടെ പേസിൽ നമ്മൾ 1 സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 69 ആണ്. ഈ 2 സ്റ്റെപ്പിൽ നമ്മൾ 10,000 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് $79 ഉള്ളൂ. നിങ്ങൾ $10,000 അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ടാർഗറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നഷ്ടം അത്രയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. ഒരുപാട് നഷ്ടം ഉണ്ടാക്കാഞ്ഞാൽ മതി, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റും. സോ നമ്മുടെ ഒരു $10 കൂടി എടുത്തുമ്പോൾ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സാധനമാണ്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പോഷർ കിട്ടും ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻലി വരുന്ന സാധനങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് പേ ഔട്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരുപാട് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. $100 നിങ്ങൾക്ക് അപ്പം തന്നെ വിഡ്രോ ചെയ്യാം ഏത് ചെയിനിൽ വേണമെങ്കിലും. സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർ സൈനപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് നോക്കാം. മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിന്റെ ഒപ്പം ക്രിപ്റ്റോടൊപ്പം ഗോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.